ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സോണി റെജി എന്നാണ്. എൻ്റെ വീട് കരുവാറ്റയിലാണ്. ഞാനിവിടെ വന്നത് എൻ്റെ മോളുടെ സ്കൂളിലെ ഒരു ആവശ്യവുമായിട്ട്. സ്കൂളിൽ ഇവിടുത്തെ ഒരു പിന്നെ ആൻറ്റി അവിടെ വന്നു. അപ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞതിൻ്റെ പേർക്ക്, അമ്മ വരണമെന്ന്, IMSC വരണമെന്ന് പറഞ്ഞതിൻ്റെ പേർക്കാണ് ഞാനിവിടെ വന്നത്. അപ്പം ഞാനിവിടെ വന്നു, ആൻറ്റിയോട് സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞ്, മോനെ ഇവിടെ ഒരു സ്വർഗീയാഭിഷേക ധ്യാനം നടക്കുന്നുണ്ട്, നിൻ്റെ സങ്കടങ്ങളൊക്കെ തീരും, നീ ഇവിടെ വന്ന് ഇത് പങ്കെടുക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമല്ല, എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഒത്തിരി കൈയടിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണ്. എൻ്റെ ശരീരം അപ്പം മുതൽ അങ്ങ് വിറച്ചു തുടങ്ങി. അപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി എൻ്റെ വിഷയം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആൻറ്റി പറയില്ല മോനെ, ഞാൻ പ്രാർത്ഥിച്ചോളാം, അവിടെ ഒരു കണ്ണീർ ജപമാലയുണ്ട്, അപ്പം നിനക്ക് വേണ്ടി ഒരു ജപമാല ഞാൻ ചൊല്ലിക്കോളാം, അതുകൊണ്ട് മോൻ ശക്തമായിട്ട് ഇപ്പം മുതൽ പ്രാർത്ഥിച്ചോ, സമയമാകുമ്പോൾ മാതാവ് നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വരുന്നതിന് അനുവാദം കിട്ടാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. പുള്ളി 24 വർഷമായിട്ട് കുവൈറ്റിലാണ്. വർഷങ്ങളിലൊക്കെ വരുമെങ്കിലും ദേഷ്യം അരിശവും ഞങ്ങൾക്ക് പേടിയായിരുന്നു, മക്കൾക്കും ഞാനും ഒക്കെ ഭയന്നാണ് ഇരിക്കണത്. കാരണം പുള്ളി കാരണം 10,000-4,000 പേരുടെ ഒരു സൂപ്പർവൈസറാണ് പുള്ളി. അപ്പോൾ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയത്തുള്ളൂ. ഒരു വീടും ഒരു ഭാര്യയും മക്കളുമായിട്ടുള്ള ഒരു ജീവിതം പുള്ളി അങ്ങനെ തുടർന്ന് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ. അപ്പം ഞങ്ങൾക്ക് വളരെ ഭയമായിരുന്നു. അപ്പം എത്ര പ്രാർത്ഥിച്ചാലും ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അപ്പം അനുവാദം ചോദിക്കുകയും വേണം. അമ്മായിപ്പനുണ്ട്, പുള്ളിക്ക് 86 വയസ്സുണ്ട്. അപ്പോൾ പുള്ളിയുടെ അനുവാദം വേണം. അങ്ങനെ ആകപ്പാടെ പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തരത്തിൽ എനിക്ക് വിടുമെന്ന് തന്നെ എനിക്ക് ഒരു ബോധ്യവും ഇല്ലായിരുന്നു. പിന്നെ ഈ ആൻറ്റി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതിൻ്റെ പേർക്ക് ഒരു ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം പെട്ടെന്ന് തന്നെ ഒരു 31-ാം തീയതി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കുവൈറ്റിലേക്ക് ഞാൻ വിളിച്ചു പറയാം, കൊച്ചായ ഞാൻ നാളെ ഒരു ധ്യാനത്തിന് 31-ാം തീയതി വരെ എൻ്റെ എല്ലാ ജോലികളും ഞാൻ നിർത്തിവെക്കും, 1-ാം തീയതി എനിക്ക് പോകണം, നീ എവിടെ പോകണം? അപ്പം ഞാൻ പറഞ്ഞു, ധ്യാനത്തിന് പോവുക. ധ്യാനമോ? എന്തിനാ ധ്യാനം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു അസുഖമുണ്ട്. അതെന്താ നിനക്ക് അസുഖം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു അസുഖം എനിക്കുണ്ട്, നിങ്ങൾ നാട്ടിൽ വരുമ്പം നിങ്ങളോടൊപ്പം ജീവിക്കണ്ടേ, അപ്പം അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാനുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ IMSC വരെ പോവുക, അപ്പം അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഒന്നും വേണ്ടിയില്ല. അപ്പം തന്നെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരുങ്ങി പിറ്റേ ദിവസം പോവാന്ന് പറഞ്ഞപ്പോൾ എന്നോടൊന്നും മിണ്ടിയില്ല. അപ്പം എനിക്ക് ഇവിടെ ഒന്ന് കൂടാൻ പറ്റി. അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് നല്ലോണം കള്ളു കുടിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ മോൻ UK പോയിട്ട് സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. കൊച്ചു പട്ടിണി കിടന്ന് വളരെ വിഷമത്തിലായിരുന്നു. ഞാനും ഒക്കെ ഭക്ഷണം, ഞങ്ങൾ കൊച്ചു പോയിട്ട് ഒരു 6 മാസക്കാലം ഞാൻ എൻ്റെ മകളും ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ഹസ്ബൻഡും കഴിച്ചിട്ടില്ല, കുവൈറ്റിലായിരുന്നു പുള്ളി. അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ മകന് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണവും അവനൊരു റൂമും കൊടുക്കണം, അത് ഞാൻ അമ്മ എന്നുള്ളൊരു ആഗ്രഹത്തിൽ പറയുവാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വെച്ചായിരുന്നു. പിന്നെ എൻ്റെ മോള് +2 പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടണം, അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ തന്നെ അടുത്ത അഡ്മിഷന് വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു മാതാവിനോട്. അപ്പം +2ൻ്റെ മാർക്ക് വന്നിട്ടില്ല, എങ്കിലും അവൾക്കൊരു BSc നഴ്സിങ്ങിനാണ് ഇഷ്ടം. അപ്പം അതിന് ഞങ്ങൾക്ക് ഒരു സാറ് വഴി തന്നെ അവിടെ അഡ്മിഷൻ ലഭിച്ചു. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ വന്നിട്ട് 2 കുപ്പിയായിട്ടാണ് വന്നേ, ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല. പിന്നെയാണ് ഭയങ്കര സന്തോഷം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് പോകാനുള്ള ഒരു ക്ഷമ എനിക്ക് കിട്ടി. അപ്പം എൻ്റെ ക്ഷമയുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇനിയും ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ പൊക്കോ, എന്നെന്താ, നിന്നെ ഞാൻ പിടിച്ചിട്ടില്ലല്ലോ, നീ പൊക്കോ, ഞാൻ നല്ലവനാകാം, നീ പോയാലേ രക്ഷയുള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. എന്നാലും ഞാൻ ചുരുക്കി പറയുക, ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഇവിടെയാണെങ്കിൽ ജപമാല ഇന്നലെ എനിക്ക് ചൂടെടുത്തിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയായിരുന്നു. അപ്പോഴത്തേക്കും ബ്രദർ പറഞ്ഞു, ഈ ചൂടെടുക്കുന്നവർക്ക് തണുപ്പ് വേണോന്ന് ചോദിച്ചു. അപ്പം എനിക്കാണെങ്കിൽ അതിന് മുന്നത്തെ നേരം വരെയും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം കറുത്തിരുന്നിട്ട് ചൊറിച്ചിൽ വരുമ്പം ഈ മാംസം അടന്നു പോകുന്നുണ്ടായിരുന്നു ദേഹത്തിനകത്ത്. അപ്പം എനിക്കങ്ങനെ പ്രശ്നം. അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് വേണോന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഒരു വശം മുഴുവൻ ഇത്രയും തണുപ്പും ഇത്രയും ചൂടും എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ റൂമിലോട്ട് ചെന്നപ്പോൾ എനിക്ക് ഇവിടെ മുഴുവൻ കുളിര് വന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായ കൊച്ചെന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് തണുപ്പാണല്ലോ, അയ്യോ മാതാവ് നന്നായിട്ട് തന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ ഇന്നലെ അനുഭവിച്ച അസ്വസ്ഥതയൊന്നും എനിക്കില്ല. വളരെ സന്തോഷമായിട്ടായിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇവിടെ വന്ന് നിന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി തുടർന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കളും എല്ലാവരും വന്ന് ഇവിടെ വന്ന് ധ്യാനം കൂടി പങ്കെടുക്കുക. പക്ഷേ രക്തക്കണ്ണീർ ജപമാല ഭയങ്കര ശക്തമാണ്. ഞാനിവിടെ വന്നതുകൊണ്ട് മാത്രമല്ല പുള്ളിയുടെ കള്ളുകൂടി മാറിയത്.
പുള്ളിയുടെ ക്ഷമയും പുള്ളിയുടെ ഈ കള്ളുകുടിയൊക്കെ എല്ലാം തരണം ചെയ്തു പോകാൻ വേണ്ടി ഇവിടെ ഈ ജപമാല നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ഈ ജപമാല ബ്രദറിനോട് വാങ്ങിച്ചു. പിന്നെ രാത്രിയാകാൻ എല്ലാ ദിവസവും രാത്രിയാകാനാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്നറിയാമോ, പകൽ സമയമൊക്കെ എനിക്ക് ഫുൾ പണിയായിരിക്കും. അപ്പം രാത്രി ഒരു 12 മണി കഴിയുമ്പോൾ ഞാൻ ഞങ്ങളുടെ അവിടെ ഈശോയുടെ നടയിൽ മെറ്റിലിട്ടിട്ട് മെറ്റിലിൻ്റെ പുറത്ത് കൈ വിരിച്ച് വെച്ച് 33 പ്രാവശ്യം ഞാൻ ഈ ജപമാല ചൊല്ലും. അങ്ങനെ 33 എണ്ണം ഞാൻ ചൊല്ലിയതിൽ പേരിലാണ് എൻ്റെ മകന് ഭക്ഷണവും വെള്ളവും അവന് കഴിക്കാനുള്ള റൂമും കിട്ടി. അപ്പം ആ ഒരു മാറ്റം എനിക്കുണ്ടായി. പിന്നെ തുടർന്ന് എനിക്ക് ജപമാല ചൊല്ലി പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എന്താണ് പറയണേ, ഒരു 10-30 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ഈ കൃപയും എല്ലാം അങ്ങ് പോയി. പിന്നെ എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിന് കിട്ടി. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്നതെല്ലാം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അഭിഷേകമായിട്ട് മറ്റുള്ളവർക്ക് പോകുമെന്ന്. അതെൻ്റെ കുടുംബത്തെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ കിട്ടി. അപ്പം എൻ്റെ മോനൊരു വല്ലാത്ത അസ്വസ്ഥതയിൽ അപ്പനുമായി സംസാരിച്ചപ്പോൾ വചനം പറഞ്ഞ് അവനെ ഒതുക്കി അവിടെ കിടത്തി എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഒത്തിരിയേറെ നന്ദി. അപ്പം എന്നോട് പറഞ്ഞു, നീ പൊക്കോ എനിക്ക് അഭിഷേകം കിട്ടുമല്ലോ ഇവിടെ ഇരുന്നെന്ന്. അതിന് നന്ദി പറഞ്ഞ് കരങ്ങടിച്ച്. എൻ്റെ പേര് സൗമ്യ, വീട് പാലായിലാണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. കഴിഞ്ഞ ജനുവരി 15 വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്തു, എനിക്ക് പുറത്തേക്ക് ജോബ് നോക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലെല്ലാം ഇങ്ങനെ തടസ്സങ്ങളായിരുന്നു മുഴുവൻ. ജോബ് റിസൈൻ ചെയ്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒമാനിലാണ്. ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുക. ഹസ്ബൻഡിൻ്റെ വീട്ടിലും ആർക്കും ജോലിയില്ല. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ജോലിയില്ല. അപ്പം ഞാനാണ് എൻ്റെ വീട് നോക്കിക്കൊണ്ടിരിക്കുക. ആകെ മൊത്തം ഫിനാൻഷ്യൽ ക്രൈസിസും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു 8ഓളം ധ്യാനങ്ങൾ കൂടിയ ആളാണ് എൻ്റെ നെയ്ബർ ആയിട്ടുള്ള സിജി എന്ന് പറയുന്ന ചേച്ചി വേറൊരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ധ്യാനത്തിന് പോയി, ഭയങ്കരമായിട്ട് അഭിഷേകം കിട്ടുന്ന ധ്യാനമാണ്, നീ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ചേച്ചി എന്നോട് പറഞ്ഞു, ധ്യാനത്തിന് ഒരുങ്ങി പ്രാർത്ഥിക്കണം, ഞാൻ പേരയച്ചു കൊടുക്കാം, അവിടുത്തെ ബ്രദർമാർ പ്രാർത്ഥിക്കും, ആ കൂടെ നീയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ശരിക്കും വന്നത്, എനിക്ക് തൊട്ടാൽ ഞാൻ കരയും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. മൊത്തത്തിൽ എൻ്റെ തന്നെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സമയത്താണ് പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കാന്ന് എനിക്കറിയില്ല, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. അപ്പയോടും അമ്മയോടും ഒക്കെ ഫുൾ ടൈം വഴക്കാണ്. 2 വയസ്സുള്ള കൊച്ചു പോലും എന്നെ കാണുമ്പോഴേക്കും ഓടുന്ന അവസ്ഥയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സിജി ചേച്ചി വന്ന് വിളിച്ചപ്പം എന്നോട് അഭിഷേകം കിട്ടുന്ന കാര്യവും, ആളുകൾക്ക് അഭിഷേകം കിട്ടി, തണുപ്പ് വരുന്നു, ചൂട് വരുന്നു, മാതാവിനെ മടിയിൽ കിടക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു സാധനം, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം എന്നുള്ളതിനപ്പുറം അഭിഷേകത്തെ പറ്റി സത്യമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് പേടിയായിരുന്നു. വീടും എന്നൊക്കെ പറയുമ്പോഴേക്കുള്ള ഒരു പേടിയോടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വരിക. ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ധ്യാനം കൂടിയിട്ട് മാറ്റം ഉണ്ടാവണം എന്ന് തന്നെ ആ ഒരു അവസ്ഥ, അഭിഷേകം കിട്ടണമെന്ന് എന്താണേലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇവിടെ വന്ന് ജിൻസ് ബ്രദറിനെയും ചാൾസ് ബ്രദറിനെയും കണ്ടു. 2 പേരും കണ്ടപ്പം സത്യമായിട്ട് എനിക്ക് പേടിയാണ് വന്നത്. എന്തോ അടുത്തേക്ക് വരാനായിട്ട് എന്തോ ഒരു ഹിൻഡ്രൻസ് പോണക്കാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് എനിക്ക് ജിൻസ് ബ്രദറിനെ കാണുന്നതേ പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു പ്രെയർ ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചി ആദ്യം വീണു, പുറകെ പലരും വീഴുന്നു, തെറിച്ചു പോകുന്ന പോണക്കൊക്കെയാണ് കാണുക. പക്ഷെ ഞാനിങ്ങനെ മാതാവിന്റെ മുഖത്തേക്ക് നോക്കി, നേരെ ഫ്രണ്ടിലാണ് ഞാൻ നിന്നത്. മാതാവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാതാവ് എന്നെ നോക്കുന്നില്ല, മാതാവ് എന്നെ ഓവർകം ചെയ്ത് ബാക്കിലേക്കാണ് നോക്കുക, എന്നെ നോക്കുന്നേ ഇല്ല. പക്ഷെ ഉണ്ണീശു എന്നെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഉണ്ണീശു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ചെറിയൊരു ചിരിയൊക്കെ വന്നു. പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ട് കരയായിരുന്നു ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെയുള്ള ഒരു പ്രേയറിന്റെ സമയത്ത്. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, ധ്യാനത്തിന് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് ഓർത്തു. പക്ഷേ അന്ന് രാത്രിയായപ്പോൾ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊച്ചിന് ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, അവൾ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാത്രി കിടന്നു തന്നെ ഞാൻ ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. രാവിലെ ബ്രദറിനോട് ചോദിക്കണം, എൻ്റെ കൊച്ചു കരയുക, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ എന്നെ കൊണ്ടുവന്ന സിജി ചേച്ചിയാണ്. ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സോ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, പോകുന്ന കാര്യം നിൽക്കട്ടെ, ഞാനും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം, കൊച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കും, ഒട്ടും പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു.
ശരിക്കും എൻ്റെ ഡിഫൻസ് മെക്കാനിസം ആയിരുന്നിരിക്കാം. കൊച്ചിന് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞത്. രക്ഷപ്പെടാനുള്ള ഒരു വഴി കൊച്ചവിടെ ഉണ്ട്, അവൾ കരയും എന്നുള്ളതിനെയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആരോടും പറയുമൊന്നും വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് രണ്ടാമത്തെ ദിവസം ഉച്ച വരെയുള്ള സമയത്ത് ഞാനിവിടെ കയറി വരാം. വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കി അങ്ങനെ ചുമ്മാ ഇവിടെ ഇരിക്കുക. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാം അഭിഷേകം കിട്ടുന്നുണ്ട്, എനിക്ക് ഒരനക്കമില്ല, ഞാൻ കല്ലുപോലെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എൻ്റെ സങ്കടങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചുമ്മാ എൻ്റെ കൈകൾ നോക്കിയപ്പോൾ നേരത്തെ എനിക്ക് കുറച്ച് അസുഖങ്ങളുണ്ട്, ലൈക്ക് PCOD ഉണ്ട്, അതുപോലെ പോളിസിസ്റ്റിക് കിഡ്നി ഡിസോർഡർ നമുക്ക് ഫാമിലിയിൽ കുറേ ആളുകൾക്ക്, എൻ്റെ അപ്പയ്ക്കുണ്ട്, തലമുറയായിട്ട് അപ്പയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു, അങ്ങനെ കൈമാറി വരുന്നതാണ്. അപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് ലിവറിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് അസുഖങ്ങളുണ്ട്. എല്ലുകൾക്കെല്ലാം തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറേ നാൾ മരുന്ന് കഴിച്ചതാണ്. പിന്നെ മൈഗ്രെയിൻ ഉണ്ട്, അങ്ങനെ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. കഴുത്ത് എനിക്ക് ഇങ്ങനെ ബാക്കിലേക്ക് വെക്കാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം ആയിട്ട് വന്ന് എനിക്ക് കൈ ഇങ്ങനെ മടക്കുമ്പോൾ എൻ്റെ ഈ ജോയിൻസ് എല്ലാം നീര് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ മുറുകില്ലായിരുന്നു. ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ കൈയൊക്കെ നന്നായിട്ട് മുറുകുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കാലിൽ നീരില്ല. സാധാരണഗതിയിൽ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും നിൽക്കുകയോ ഇച്ചിരി നടക്കുകയോ ചെയ്ത് കഴിയുമ്പോഴേക്കും നീര് വെക്കുന്ന സിജി ചേച്ചി നേരിട്ട് കണ്ടതാണ് എൻ്റെ കാല്. അപ്പോൾ ഈ കാലുകളിൽ രണ്ടിലും ഈ 3 ദിവസമായിട്ടും ഇതുവരെ ഒരു തുള്ളി പോലും നീര് വെച്ചിട്ടില്ല. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ നന്നായിട്ട് കൈയൊക്കെ അടിച്ച് നോക്കി. ഇനി കൈയൊക്കെ അടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയാൻ വേണ്ടി മാതാവിനെ ഞാൻ കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൈ അടിച്ച് റിലാക്സ് ആവും തോറും ഒരു പരിധി വരെ എൻ്റെ സങ്കടങ്ങൾ മാറുന്നതായിട്ട് എനിക്ക് തോന്നി. ഇവിടെ നിന്ന് എന്തോ ഒരു വലിയ ഭാരം ഒഴിവായി കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താണേലും എനിക്ക് കൗൺസിലിങ്ങിന് പോകണം എന്ന് പറഞ്ഞ് റോസറി എന്ന് പറയുന്ന ആ ആൻറ്റിയുടെ അടുത്താണ് ഞാൻ കൗൺസിലിങ്ങിന് പോവാ. അവിടെ ചെന്നു എനിക്ക് എൻ്റെ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് എൻ്റെ അമ്മ ഇരുന്ന് തരുന്ന ആ ഒരു ഫ്രീഡത്തോടു കൂടി ഇരുന്ന് തന്നു. എനിക്ക് എന്തും പറയാമായിരുന്നു. ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് എന്നോട് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഏശയ്യായുടെ പുസ്തകത്തിലെ 54-ാമത്തെ അധ്യായമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഇമോഷൻസിന് എല്ലാം ഉള്ള ആൻസർ എനിക്ക് അവിടുന്ന് കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ കൊണ്ട് ബൈബിൾ തുറപ്പിച്ചപ്പം ദൈവത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന ആ ഒരു അധ്യായമാണ് രണ്ടാമത് കിട്ടുക. വീണ്ടും എന്നെ കൊണ്ട് ബൈബിൾ തുറപ്പിച്ച് വായിച്ചപ്പോൾ 39-ാമത്തെ സങ്കീർത്തനം. എൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ബൈബിളിൽ കൂടി തന്നെ, ഞാൻ പറഞ്ഞ പരാതികൾക്കനുസരിച്ചിട്ടുള്ള മറുപടി എനിക്ക് ബൈബിൾ വഴി കിട്ടി. അപ്പോഴേക്കും ഞാൻ റിലാക്സ് ആയി. പക്ഷെ എന്നിട്ടും എനിക്ക് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും പേടിയുണ്ട്, എനിക്ക് അഭിഷേകം വേണ്ട. രണ്ടാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ എന്നെ വീഴിക്കരുതേ, ചെറുതായിട്ട് മഞ്ഞിന്റെ അനുഭവമൊക്കെ തന്നാൽ ഓക്കെ, ചൂടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വീഴാനുള്ളൊരു ടെൻഷൻ, വീഴുക എന്ന് പറയുന്ന എന്തോ വലിയ സംഭവമായിട്ടാണ് അന്നേരം ഇരിക്കുക. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഈ മാറ്റങ്ങളൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ രണ്ടാമത്തെ ദിവസം രാത്രി തൊട്ടിട്ട് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി ഞാൻ പോയി കിടന്ന് കരുണക്കൊന്തയൊക്കെ ചൊല്ലി. എനിക്ക് മാത്രം ഈശോയുടെ ടച്ച് കിട്ടിയിട്ടില്ല, അല്ല ഈശോയെ എനിക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ ഈശോയെ കണ്ടു. പക്ഷെ ബ്രദർ ചോദിച്ചപ്പോൾ ഞാൻ കൈ പൊക്കിയില്ല, ഈശോയെ കണ്ടവർ ആരൊക്കെയാന്ന് ചോദിച്ചപ്പോൾ. കാരണം ഞാൻ കണ്ടത് പണ്ട് ഫേസ്ബുക്കിൽ കണ്ട ഒരു ഈശോയുടെ കാർട്ടൂൺ ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന ആളുടെ ട്രോളി ഉന്തി കൊടുക്കുന്ന ഈശോ, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയുടെ സാധനങ്ങൾ എടുത്തു കൊടുത്ത് സഹായിക്കുന്ന ഈശോ, ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈശോ. ആ ഈശോയാണ്. ഈശോയെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണാം. അപ്പൊ എനിക്ക് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ഒരു സാധനമായിട്ടൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് വന്നിട്ടുള്ളതാണോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ഞാൻ കൈപൊക്കിയില്ല. എന്നിട്ട് ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു. ഒരു തവണ എൻ്റെ മുമ്പിൽ ഒന്ന് ശരിക്കുള്ള പടത്തിൽ കാണുന്നത് പോലെ ഒന്ന് വരുമോ എന്നിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ റിസറക്ഷന്റെ ആ ഒരു രൂപം ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് കാണാൻ പറ്റും.